Dear students, welcome to Learner's World. In this video, I'm going to talk about this couple sells tea to travel the world. Breath India, FIUGP, MDC, BA English, introducing travel narratives, journey beyond borders, second semester, Calcutta University. Bread India is a digital platform known for producing short video content that covers a wide range of topics including news, culture, science and social issues. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഷോർട്ട് വീഡിയോ ദിസ് കപ്പിൾ സെൽസ് ടീ ടു ട്രാവൽ ദ വേൾഡ് എന്ന് പറയുന്നത് ബ്രെഡ് ഇന്ത്യയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബ്രെഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അവർ ഷോർട്ട് വീഡിയോ കോണ്ടൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. ന്യൂസുകൾ, കൾച്ചർ, സയൻസ്, സോഷ്യൽ ഇഷ്യൂസ് ഇതൊക്കെയാണ് അവരുടെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. Summary of this couple sells tea to travel the world. Vijayan and Mohana Vijayan, a couple from Kochi, Kerala, have turned their tea selling business into a passport to the world. അപ്പോൾ ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് വിജയനാണ്. വിജയനും തൻ്റെ ഭാര്യ മോഹന വിജയനും കൂടെ ലോകമെമ്പാടും ട്രാവൽ ചെയ്ത ഒരു സ്റ്റോറിയാണ്. അതായത് ചായ ഉണ്ടാക്കി സെൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ട്രാവൽ ചെയ്ത ഒരു സ്റ്റോറിയാണ് ഈ ഒരു ബ്രെഡ് ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരു ഷോർട്ട് വീഡിയോ രൂപത്തിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. Over the past 4 decades, they have visited 23 countries, funding their travels through their tea stall, ശ്രീ ബാലാജി കോഫി ഹൗസ്. അപ്പോൾ കഴിഞ്ഞ 4 decadesൽ അവർ 23 കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഫണ്ട്, ആ ഒരു ട്രാവലിങ്ങിനുള്ള ഫണ്ട് അവർ കണ്ടെത്തിയിരുന്നത് അവരുടെ ആ ഒരു ടീ സ്റ്റോൾ ചായക്കടയിൽ നിന്നാണ്. ശ്രീ ബാലാജി കോഫി ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. Vijayan describes how, as a child, his father took him to different places. As a child, he had tried to steal the food grains in the house to sell them so that he could go for a travel. അപ്പോൾ വിജയൻ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയായിരുന്ന സമയത്ത് വിജയൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ലോകം മൊത്തം ചുറ്റിക്കാണണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ വിജയൻ്റെ അച്ഛൻ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ലോകം കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ അരി പോലും വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ട്രാവൽ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരു ഡ്രീമായിരുന്നു വിജയനെ സംബന്ധിച്ചിടത്തോളം. ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹി ടുക്ക് അപ്പ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിക്കം എ ടീ സെല്ലർ. അങ്ങനെ അച്ഛൻ്റെ മരണശേഷം ഫാമിലി ബേർഡൻ, ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തൻ്റെ ചുമലിലായി. അങ്ങനെ ഒരു ചായ കച്ചവടക്കാരനായി മാറി. Their journey began in 1963 when Vijayan started the tea shop with a dream of exploring the globe. അവരുടെ ആ ഒരു ജേർണി ബിഗാൻ ചെയ്യുന്നത് 1963 ആ സമയത്താണ് വിജയൻ തൻ്റെ ചായക്കട ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വിജയൻ ചായക്കട ഓപ്പൺ ചെയ്തത്. The couple saves 300 daily and every 3 years they take a loan to embark on a new adventure. അപ്പോൾ ഈ ഒരു കപ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവരെന്ത് ചെയ്തിരുന്നു, ദിവസവും 300 rupees സേവ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ 3 yearsലും അവരൊരു ലോൺ എടുക്കും പുതിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൺ റിട്ടേണിംഗ് ദേ ഡെലിജറ്റ്ലി റീപേ ദ ലോൺ, മെയിൻറ്റെയിനിങ് ദിസ് സൈക്കിൾ ടു ഫുൾഫിൽ ദെയർ വാണ്ടർലിസ്റ്റ്. അങ്ങനെ യാത്രയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവർ ആ ഒരു ലോൺ തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യും. The first trip was to religious centers in the Himalayas with a pilgrim who hired him as a cook. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് വിജയൻ ഒറ്റയ്ക്കാണ് പോയത്. ഒരു റിലീജിയസ് സെൻറ്റർ, ഹിമാലയത്തിലുള്ള ഒരു റിലീജിയസ് സെൻറ്ററിലേക്കാണ് പോയത്. ഒരു പിൽഗ്രിമിൻ്റെ കൂടെ, ഒരു തീർത്ഥാടകൻ്റെ കൂടെ കുക്കായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹിസ് നെക്സ്റ്റ് ട്രിപ്പ് ഹി ഡിസൈഡഡ് ടു ടേക്ക് ഹിസ് വൈഫ് എലോൺ.
അടുത്ത ട്രിപ്പിൽ തൻ്റെ ഭാര്യയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി ദേ യൂസ് ടു ട്രാവൽ ഓൺലി വിത്തിൻ ഇന്ത്യ. തുടക്കത്തിലൊക്കെ ഇന്ത്യക്കകത്ത് മാത്രമേ അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ ദ ഡോട്ടേഴ്സ് ഗോട്ട് മാരീഡ് ദ ഫസ്റ്റ് കൺട്രി ദേ വിസിറ്റഡ് വാസ് ഈജിപ്റ്റ്. അങ്ങനെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരാദ്യമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ഈജിപ്റ്റ് ആയിരുന്നു. വിജയൻ says that all men who traveled with him were millionaires who spent dollars notes of $100 or $1,000, whereas he exchanged only notes of $5 or $10. അപ്പോൾ വിജയൻ ഈ ഒരു വീഡിയോ കോണ്ടൻറ്റിൽ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, ബ്രെഡ് ഇന്ത്യ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും, അതായത് വിജയൻ്റെ കൂടെ ട്രാവൽ ചെയ്തിരുന്നവരൊക്കെ മില്യണേഴ്സ് ആയിരുന്നു. അവരൊക്കെ 100-ൻ്റെയും 1000-ൻ്റെയും ഡോളർ നോട്ട്സുകളായിരുന്നു അവർ സ്പെൻഡ് ചെയ്യും എക്സ്ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ $5 അല്ലെങ്കിൽ $10 മാത്രമേ ചിലവഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. Another aspect is the concern of money laws which prevent people from traveling. Vijayan has spent 10 to 50 lakhs on traveling. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ എന്ന് പറയുന്നത് മണി ലോസ് ആയിരുന്നു. അതായത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് കാശ് നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു. അതാണ് കൂടുതൽ ആളുകളെയും ഈ ഒരു യാത്രകളിൽ നിന്ന് അവർക്കൊരു തടസ്സമായിട്ട് വരുന്നത്. പക്ഷേ വിജയൻ ട്രാവലിങ്ങിന് 10 to 15 lakhs സ്പെൻഡ് ചെയ്തിരുന്നു. വെൻ പീപ്പിൾ ആസ്ക് ഹിം വാട്ട് ഹി ഗെയിൻ ബൈ ലോസിങ് ദാറ്റ് മച്ച് മണി വിച്ച് ഹി കുഡ് ഹാവ് ഇൻവെസ്റ്റഡ് ഫോർ ഫ്യൂച്ചർ, ഹി റിപ്ലേസ് ദാറ്റ് ദ ഫീലിംഗ്, ദ എക്സ്പീരിയൻസ് ആൻഡ് ദ നോളജ് ഹി ഗെയിൻ കുഡ് നോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ്. ആളുകളൊക്കെ വിജയനോട് ചോദിക്കുമായിരുന്നു, അതായത് ഇത്രയും കാശ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ, അതായത് ഈ ഒരു യാത്രകൾക്ക് വേണ്ടിയിട്ട് 10 to 15 lakhs ഒക്കെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാശ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു അസറ്റ് ആകുമായിരുന്നു. അപ്പോൾ അതിന് ഇത്രയും കാശ് നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് നേടി എന്നുള്ളതിനുള്ള ആളുകളുടെ ക്വസ്റ്റ്യന് വിജയൻ നൽകിയിട്ടുള്ള റിപ്ലൈ എന്ന് പറയുന്നത്, ആ ഒരു ട്രാവലിങ്ങിൽ കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു നോളജ്, അത് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് ഞാൻ നേടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. The couple's journey serves as an inspiration to anyone looking to turn their dreams into a reality. അപ്പോൾ ഈ ഒരു കപ്പിളുടെ ജേർണി, അതായത് വിജയൻ്റെ വൈഫ് മോഹന വിജയൻ്റെയും ഈ ഒരു ജേർണി, ഈ ഒരു യാത്ര നമുക്ക് നൽകുന്നത് ഒരു ഇൻസ്പിറേഷനാണ്, ഒരു പ്രചോദനം നൽകുന്നുണ്ട്. അതായത് നമ്മളുടെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മുടെ സ്വപ്നങ്ങൾ എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടെ ഇതിലൂടെ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.